ആലപ്പുഴയിലെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം, ചിക്കരയിരിക്കൽ, പുഴുക്ക് പുഴുങ്ങൽ, ഇങ്ങനെ കുറേ വിശ്വാസങ്ങൾക്ക് പേരുകെട്ട ക്ഷേത്രം. എൻ്റെ കുട്ടിക്കാലത്തെ ഭീകരമായ ഓരോർമ്മ. ഈ തട്ടേ ഗരുഡനെ പോലെ വേഷം കെട്ടിയ ഒരാൾ ഓടി നടക്കുന്നു. കുട്ടികളെ എടുത്തെടുത്ത് കൊടുക്കും. കുട്ടികളെയും കൊണ്ട് വേഷം കെട്ടിയാൽ തട്ടിൽ പറക്കും. കുട്ടികൾ കരഞ്ഞു നിലവിളിക്കും. തട്ടിൻ്റെ താഴെ പുള്ളി എന്നെ തിന്നാൻ പോവുകയാണോ, എടുത്തെറിയാൻ പോവുകയാണോ എന്നൊക്കെ ചിന്തിച്ച് താഴെ നിന്നതും എൻ്റെ അമ്മ പുള്ളിക്ക് എന്നെ എടുത്തു കൊടുത്തതും പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. ഇനി കുട്ടികൾക്ക് സന്തോഷമുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഉരുട്ടി വെള്ളത്തിലിടുന്ന ഉണ്ട, അത് വെന്ത് പിന്നെ ഒരു വാഴയിലയിലേക്ക് ഇട്ട് ഭഗവതിയുടെ നടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കും. അവരതിൽ വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഉണ്ട മുഴുവൻ കൊതി തീരും വരെ കഴിക്കാം. പിന്നെ ചുറ്റിനും ഇരുന്ന് ഉണ്ട ഉരുട്ടുന്നവരൊക്കെ അവരുടെ വീതം നമ്മൾക്ക് തരും. എന്തിനാ ഇങ്ങനെ ഉരുട്ടുന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിലുണ്ടാകുന്ന പലവിധ അസുഖങ്ങൾ മാറുവാൻ ദേവിയെ പ്രാർത്ഥിക്കും. എന്നിട്ട് പുഴുക്ക് പുഴുങ്ങാം എന്നൊരു വാഗ്ദാനവും. ഇവിടെയുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഈ ഉത്സവം ഒന്നൊന്നര ഉത്സവമാണ്. ഒരു ദിവസത്തേക്കല്ല, കുറേ ദിവസങ്ങൾ ഇങ്ങനെ ആളുകൾ വന്ന് പുഴുക്ക് പുഴുങ്ങും. പിള്ളേര് സംഘം വന്ന് കഴിക്കും. പഴം, ശർക്കര, നാളികേരം, ഉണക്കമുന്തിരി, കൽക്കണ്ടം, ജീരകം, നെയ്യ്, ഏലക്ക ഇവയെല്ലാം അരിപ്പൊടിയിൽ വെള്ളം ചേർക്കാതെ കുഴച്ച് ഉണ്ട ഉരുട്ടി തിളച്ച വെള്ളത്തിലേക്ക് ഇടും. അങ്ങനെ കുറേ നേരം തിളച്ച വെള്ളത്തിൽ കിടന്ന ഈ ഉണ്ടകൾ കുലുങ്ങി പാകമാകുമ്പോൾ കോരിയെടുക്കും. അപ്പോഴേക്കും ഈ വെള്ളവും പായസം പോലെ മധുരമുള്ളതാവും. അതെ, ഈ നട്ടപ്രാന്തം വെയിലത്ത് ഇപ്പോഴും കണിച്ചുകുളങ്ങരയിൽ ഈ പുഴുങ്ങിയ ഉണ്ട കഴിക്കാൻ പോകുന്നത് വെറുതെയല്ല. ഇതിൻ്റെ മധുരവും സ്വാദും ഗംഭീരമാണ്, അതിഗംഭീരമാണ്.